ഈ വഖഫിലെ നിയമ പോരാട്ടങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളും ചർച്ചകളും ബാധിക്കുന്ന ഒരു ജനവിഭാഗം കേരളത്തിലുണ്ട്. നമുക്കറിയാം, അത് മുനമ്പം വിഷയത്തിലാണ്. ഈ മുനമ്പം വിഷയത്തിൽ ഇത് മുനമ്പത്തെ ജനവിഭാഗത്തെയും കൂടി ഇതെങ്ങനെ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്നത് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് പോകാം. നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ ചർച്ചകളുടെ എല്ലാ അടിസ്ഥാനം അമുസ്ലിമുകളുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം വഖഫ് ബോർഡിലേക്ക് വരുന്നത്. മുനമ്പം വിഷയത്തിൽ മുനമ്പം ഭൂമിയിലേക്ക് വഖഫ് ബോർഡിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അന്നുയർത്തിയ BJP അടക്കമുള്ള കക്ഷികൾ ഉയർത്തിയ വാദമാണ് വഖഫ് പുതിയ കേന്ദ്ര നിയമം, അതിൽ അമുസ്ലിമുകൾ അടക്കം വരും, അപ്പോൾ ഈ രീതിയിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടാവില്ല എന്നതാണ്. ഈ ചർച്ചകളെ ഏത് രീതിയിലാണ് മുനമ്പത്തെ സ്വാധീനിക്കപ്പെടുക, എങ്ങനെയാണ് ഇതിനെ ആളുകൾ നോക്കിക്കാണുന്നത്? സജിത്ത്, നിലവിൽ അവരൊരു പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല എന്നാണ് പറയുന്നത്. കാരണം കോടതിയുമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും കോടതിയിൽ ഇക്കാര്യങ്ങൾ മുന്നോട്ട് തന്നെ പോകട്ടെ. ഈ വഖഫിന്റെ ഈ ഒരു അമുസ്ലിം നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം വന്നതിന് ശേഷം തുടർ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്താമെന്നാണ് അവർ നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. പക്ഷേ ഈ ഒരു നിലപാടിനെ അവർ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവർക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് തന്നെ ചിലപ്പോൾ കാര്യങ്ങൾ നടന്നേക്കും എന്നൊരു ആത്മവിശ്വാസമാണ് മുനമ്പത്തുകാർ പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഷോൺ ജോർജ് അടക്കമുള്ളവരാണ് മുനമ്പത്തുകാർക്ക് വലിയ പിന്തുണയുമായി എത്തുകയും കോടതിയിലടക്കം ഈ അമുസ്ലിം നിയമനവുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മുൻപിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നിലപാട്, അത് സുപ്രീം കോടതിയുടെ നിലപാട് പോലും തങ്ങൾക്ക് അനുകൂലമായേക്കും എന്നൊരു വിശ്വാസം തന്നെയാണ് മുനമ്പത്തുകാർ പ്രകടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ അമുസ്ലിങ്ങൾ ഈ ഒരു വഖഫ് ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി മനസ്സിലാകുന്ന തരത്തിലേക്ക് ഇക്കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാടാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. നേരത്തെ ഈ മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ അടക്കം ഈ ഒരു നിയമനത്തെ എതിർത്തുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ മറ്റൊരു തരത്തിലേക്ക് ഈ നിയമനത്തിന് അനുകൂലമാകുന്ന തരത്തിലേക്കൊരു നിലപാട് പ്രഖ്യാപിക്കുന്നു. അതിൽ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി അടക്കം അതിനൊരു വിശദീകരണമൊക്കെ നൽകിയതാണ്. പക്ഷേ മുനമ്പത്തുകാരെ സംബന്ധിച്ച് അവർക്ക് നിലവിലുള്ള പ്രതിസന്ധി മാറിക്കിട്ടണം, അവരുടെ ഈ പറയുന്നത് പോലെ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നൊരു നിലപാടിൽ തന്നെയാണ്, അല്ലെങ്കിൽ വഖഫ് അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നൊരു തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അവർക്ക് എത്രമാത്രം അനുകൂലമായി തന്നെ ഈ വിധി ഉണ്ടാകുമെന്ന് അറിയില്ല. പക്ഷെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുനമ്പൻ നിവാസികൾ ഇപ്പോഴും കഴിയുന്നത്. ഈ മാറി മാറി വന്ന സർക്കാരുകൾ, അതായത് നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനടക്കം 10 മിനിറ്റിൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ മുനമ്പത്തെന്ന് പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് പറയുന്നു, ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ നിൽക്കുന്നതിൽ പ്രത്യേകിച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ല. കോടതിയുടെ ഒരു തീരുമാനം വന്നതിന് ശേഷം തുടർ നടപടികൾ അല്ലെങ്കിൽ തുടർ നീക്കങ്ങളൊക്കെ ചർച്ച ചെയ്യാമെന്ന നിലപാടിലേക്ക് അദ്ദേഹം മാറുമ്പോഴും ഈ മുനമ്പത്തുകാരുടെ പ്രതീക്ഷയൊക്കെ പല ആവർത്തി അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അവർക്ക് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി വരും, അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് വിചാരിച്ചുവെങ്കിൽ പോലും പിന്നീട് അത് മാറുന്ന തരത്തിലേക്കും പിന്നീട് കോടതിയിലേക്ക് ഇക്കാര്യങ്ങൾ ഇതിന്റെ വാദമൊക്കെ നീളുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു വഖഫുമായി ബന്ധപ്പെട്ട് ഈ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുനമ്പൻ നിവാസികൾ ഇതിനെ കാണുന്നത്. പക്ഷെ അവരിപ്പോൾ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. ഇതിന്റെ എന്തായാലും കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. അതിന്റെ ഒരു തീരുമാനം വന്നതിന് ശേഷം, അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാട് മാറ്റുമോ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കാമെന്നാണ് മുനമ്പൻ നിവാസികൾ വ്യക്തമാക്കുന്നത്. സജിത്ത്, യെസ്, അതാണ് മുനമ്പത്ത് വിഷയവുമായി ഇതിനെ നമുക്ക് ബന്ധിപ്പിക്കേണ്ടി വരുന്നത്. മുസ്ലിമുകളുടെ വഖഫ് ബോർഡിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അറിയുമ്പോഴാണ് ബന്ധിപ്പിക്കേണ്ടി വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വഖഫ് ബോർഡിൻ്റെ 14-ാം വകുപ്പ് പൂർണ്ണമായും നടപ്പിലാക്കുമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടോടുകൂടി പ്രതിപക്ഷം കൂടിയും ഒന്ന് കളം ശക്തമാക്കുകയാണ്. സുപ്രീം കോടതിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ നയമാറ്റം റിട്ട് ഹർജികളെ മൊത്തത്തിൽ തന്നെ ബാധിക്കുന്നതാണെന്നാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. ന്യൂനപക്ഷ താൽപ്പര്യങ്ങൾ ബലി കഴിക്കുന്നതാണെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഉന്നയിച്ച ആക്ഷേപം. മുൻ നിയമമന്ത്രി P. രാജീവ് കൂടി പറയുന്നു, വഖഫ് വിഷയത്തിൽ UDF സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാട് ഗൗരവമാണ്. P. രാജീവ് പറയുന്നു, അമുസ്ലിമുകളെ ഉൾപ്പെടുത്താമെന്നാണ് കേരളത്തിൻ്റെ വക്കീൽ കോടതിയിൽ പറഞ്ഞത്. വകുപ്പ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതിന് വിരുദ്ധമായ നിലപാട് ഇവിടെ സ്വീകരിച്ചുവെന്നും രാജീവ് ഇന്നലെ ആരോപിച്ചിരുന്നു. ഈ വഖഫ് ഒരു ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്ന ബോർഡിനകത്ത് നോൺ മുസ്ലിം പാടില്ല എന്നുള്ളതാണ്
കേരളം നേരത്തെ സ്വീകരിച്ച നിലപാട്. അതുപോലെ തന്നെ ഭരണഘടന 14, 25, 26 വിരുദ്ധമാണ്. അതുകൊണ്ട് നോൺ മുസ്ലിം പാടില്ല എന്ന നിലപാടാണ് കേരളം നേരത്തെ എടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ വളരെ പ്രകടമായി പറഞ്ഞു നോൺ മുസ്ലിംസിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം. അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. അതിനനുസരിച്ചുള്ള അണ്ടർടേക്കിംഗ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നു എന്ന് കേരളം വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു BJP നിലപാട്, ഗവൺമെന്റിന്റെ നിലപാട് പോലെയാണ് ഇപ്പോൾ സുപ്രീം കോടതി സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.